നമുക്കൊപ്പം ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി ചേരുകയാണ് തത്സമയം. കേരളത്തിൻ്റെ ജോർജേട്ടൻ എന്ന് കേരളത്തിലെ BJP പ്രവർത്തകർ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ജോർജ് കുര്യനാണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. കാണക്കാരിയിൽ നമ്പ്യാകുളത്തിൻ്റെ പ്രിയപ്പെട്ട ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാകുന്നത് കേരളം അപ്രതീക്ഷിതമായ വാർത്തയാണ് കേട്ടത്. കാണക്കരിക്കും ഒപ്പം നമ്പ്യാകുളത്തിനും കേരളത്തിനും പൊതുവേയും സന്തോഷകരമായൊരു വാർത്തയാണ് ശ്രീ ജോർജ് കുര്യൻ്റെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം. ശ്രീ ജോർജ് കുര്യൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ശ്രീ ജോർജ് കുര്യൻ, വെരി ഗുഡ് മോർണിംഗ്. അഭിനന്ദനങ്ങൾ റിപ്പോർട്ടറിൻ്റെയും ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ഒപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുമുള്ള അഭിനന്ദനങ്ങൾ ശ്രീ ജോർജ് കുര്യൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നന്ദിയുണ്ട് ശ്രീ ജോർജ് കുര്യൻ. അവസാനം ഞാൻ ജോർജ് കുര്യനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് വലിയ നിരാശയായിരുന്നു. അന്ന് ജോർജ് കുര്യൻ വളരെ തിരക്കിട്ട് ഒരു വാചകം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് അവസാനം. അത് ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ്. പക്ഷേ പിന്നീട് എനിക്കാണ് തെറ്റുപറ്റിയതെന്ന് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. അത് ഈ വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് ഗസ്റ്റിനെ വിട്ട് കിട്ടിയപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ഗസ്റ്റിനെ തന്നൂടെ എന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ മറുപടി തൽക്കാലം അത് മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ സാധാരണ അങ്ങനെ ജോർജ് കുര്യൻ സംസാരിക്കുന്നതല്ല, വളരെ സൗഹൃദത്തിലാണ് സംസാരിക്കാറ്. ഞാനും ജോർജ് കുര്യൻ തമ്മിൽ അത്ര നല്ല സൗഹൃദവുമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു നോക്കിയപ്പോഴാണ് നരേന്ദ്രമോദിയുടെ വേദിയിൽ അങ്ങ് പരിഭാഷകനായിട്ട് വരുന്ന ദിവസമാണ് ഞാൻ അങ്ങേ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ഒരു വിഷമത്തിന് ഞാൻ എന്നോട് തന്നെ സോറി പറയുന്നു താങ്കളോടും. അപ്പോൾ ശ്രീ ജോർജ് കുര്യൻ, സ്ഥാനലബ്ധി എങ്ങനെയാണ് എന്നതറിയാൻ ഞങ്ങൾക്കൊരു കൗതുകമുണ്ട്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ ഞങ്ങൾ പ്രവചിച്ചിരുന്നതാണ്, എല്ലാവർക്കും പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എപ്പോഴാണ് ഈ കോള് വരുന്നത്? എപ്പോഴാണ് ഡൽഹിയിൽ എത്താനായിട്ട് ആവശ്യപ്പെടുന്നത് BJP നേതൃത്വം? ഞാൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി വന്നയാളാണ്. ഇന്നലെ രാവിലെ 8 മണിക്ക് ഡൽഹി എയർപോർട്ടിൽ വന്ന് ഫോൺ ഓൺ ആക്കിയപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, വേറൊരു നേതാവിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ 9 മണിക്ക് മുമ്പ് എത്തണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ആ നേതാവിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ നേതാവ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള അവസരത്തിൽ വിളിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നവരുടെ അറേഞ്ച്മെൻറ്റ് എന്തായി എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. പ്രാവശ്യം പറഞ്ഞത്, നിങ്ങൾ വർഷങ്ങളായിട്ട് പാർട്ടി വർക്ക് ചെയ്യുന്നയാളാണ്, 45 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്, പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നോട് മന്ത്രിയാകുന്ന കാര്യമൊന്നും അവിടുന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് വേറൊരു നേതാവിൻ്റെ വീട്ടിൽ പോയി, അവിടെ ഇതൊക്കെ പറഞ്ഞു. വേറൊരു നേതാവ് ഫോണിൽ വിളിച്ചു. പിന്നെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് ഈ മന്ത്രിയാകുന്ന കാര്യം എന്നോട് ഒഫീഷ്യലായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ പോലും എനിക്ക് പറയാൻ സാധിക്കാതെ വന്നത്. രാവിലെ തന്നെ ഉണ്ടായ ട്വിസ്റ്റാണ്. എന്താണ് സംഭവിക്കുന്നത്? BJP പ്രവർത്തകനായ BJP നേതാവായ ജോർജ് കുര്യനാണ് ചെന്നിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ മറിഞ്ഞു. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സഹമന്ത്രിയാണ് എന്ന വിവരമാണോ ആദ്യം അറിയിച്ചത്? അതെ. അല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന അവസരത്തിൽ അത് വ്യക്തമാവും. സഹമന്ത്രിയാണെന്ന് തന്നെ അത് മനസ്സിലാവും. ആ നിമിഷം എന്താണ് ശ്രീ ജോർജ് കുര്യൻ തോന്നിയത്? 44 വർഷം അങ്ങ് ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. കോട്ടയത്തും മൂവാറ്റുപുഴയിലും ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളിയിലും ഒക്കെ മത്സരിച്ചെങ്കിലും നമുക്കറിയാവുന്നതുപോലെ അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ അങ്ങേക്കെതിരായിരുന്നു. പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളിലൊക്കെ തന്നെയാണ് താങ്കൾ മത്സരിച്ചത്. പക്ഷേ ആ മത്സരത്തിലൊക്കെ മികച്ച പോരാട്ടം താങ്കൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ വോട്ട് നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പക്ഷേ ആദ്യമായി മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നുവെന്ന് കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്? അല്ല, ആദ്യത്തെ നേതാവ് തന്നെ എന്നോട് പറഞ്ഞു, സാധാരണ പ്രവർത്തകനും BJPയിൽ മന്ത്രിയാകാൻ സാധിക്കുമെന്നുള്ള മെസ്സേജാണ് പാർട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു ഓർഗാനിക് വർക്കറാണെന്നാണ് എന്നോട് പറഞ്ഞത്. സാധാരണ ഒരു പ്രവർത്തകൻ, അത് 45 വർഷമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനിടയിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുകയോ ഒന്നും പ്രതീക്ഷിക്കുകയും ചെയ്തില്ല. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. അത് മാത്രമേ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രധാനമന്ത്രിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ അവസരത്തിൽ യുവമോർച്ചയുടെ കാലഘട്ടത്തിൽ, എനിക്ക് 93 മുതൽ നരേന്ദ്രമോദിജി അറിയാം. അദ്ദേഹം യുവമോർച്ചയുടെ ചാർജ് ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ. അന്ന് ഞാൻ യുവമോർച്ചയുടെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ PM ഹൗസിൽ വെച്ച് സംസാരിച്ച അവസരത്തിൽ അന്നത്തെ ചില കാര്യങ്ങൾ പറയുകയും തമാശ പറയുകയൊക്കെ ചെയ്തു മോഡിജി. അപ്പോഴാണ് അദ്ദേഹം അതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമായിട്ടാണ് ശ്രീ ജോർജ് കുര്യൻ ഇതിനെ കാണുന്നത്, അല്ലേ?
അതെ, പാർട്ടിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പ്രവർത്തകർക്കുള്ള മെസ്സേജ് എന്നുള്ളതാണ്, സാധാരണ പ്രവർത്തകർക്കുള്ള മെസ്സേജ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൈവികമായ പാർട്ടി പ്രവർത്തനത്തിന് കിട്ടിയ, നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം എന്ന നിലയിലാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജോർജ് കുര്യൻ, അങ്ങ് യുവമോർച്ചയുടെ ഒപ്പം ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനും ഒക്കെ ആയിട്ടിരിക്കുന്ന ഘട്ടത്തിലെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായവുമായിട്ട് അടുത്ത ബന്ധം, ഊഷ്മളമായ ബന്ധം അങ്ങ് എപ്പോഴും പുലർത്തിയിരുന്നു. അവരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുന്നതിൽ നിന്ന് താങ്കൾ വിട്ടുനിന്നിരുന്നു. പാർട്ടി ഒരിക്കലും താങ്കൾ പ്രതിരോധത്തിലാക്കിയിട്ടുമില്ല എന്നതാണ് ഞങ്ങളുടെ റീഡിങ്ങിൽ. അങ്ങയുടെ ഒരു വാചകം പോലും ഇല്ല പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാചകം പോലുമില്ല സമുദായത്തെയും. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഈ സ്ഥാനലബ്ധിയിൽ ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി, പാർട്ടിയിൽ ആത്മവിശ്വാസം കൂടി ഉയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, അതും യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചയാളാണ്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം എന്ന് പറയുന്നത് 95% സിറിയൻ ക്രിസ്ത്യൻസ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഞങ്ങളുടെ ജീവിതവും അങ്ങനെയുള്ള രീതികളെല്ലാം തന്നെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഓരാജോവലിൻ്റെ കൂടെ 99 പോരുന്നിടം വരെ അങ്ങനെയാണ് പോന്നിട്ടുള്ളൂ. അപ്പോഴെല്ലാം തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ദൈവവചനമാണ്. ക്രിസ്തു പറഞ്ഞിരുന്നു, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അത് ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അതെനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം അതെപ്പോഴും 100%. അതുപോലെ BJPയുടെ ആദർശത്തിലുള്ള വിശ്വാസവും 100%. അതിൻ്റെ അകത്ത് ചിന്താക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറിയിട്ടില്ല ഒരിക്കലും. അതായത് ഞാൻ 17-18 വയസ്സ് തൊട്ടുള്ള BJPക്കാരനല്ലേ. ആ സമയം തൊട്ട് ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എന്നെ സമയത്തോളം, വിശ്വാസികളെ സമയത്തോളം, ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ മാത്രമാണ് പള്ളിയിൽ ഞാൻ. അവിടെ ഞാൻ രാഷ്ട്രീയ നേതാവല്ല. ഇതറിയാം, കത്തോലിക്ക നമ്മുടെ ഇടവകളുടെ രീതി അറിയുന്നതനുസരിച്ച് അറിയാം. ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ എന്ന് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതിന് വെളിയിൽ BJP വന്നു കഴിഞ്ഞാൽ BJPക്കാരൻ എന്നുള്ളത്, അതിൻ്റെ അകത്ത് ചിന്താക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇപ്പം മന്ത്രിയായിരിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലല്ല, എന്നോട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് എല്ലാ ജനവിഭാഗത്തിനും വേണ്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണ് എൻ്റെ മനസ്സിലതായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക, യാതൊരു സംശയവും വേണ്ട. ഈ എന്തായാലും സഹമന്ത്രി സ്ഥാനമാണെങ്കിൽ പോലും അത് വലിയൊരു അംഗീകാരമാണ്, കേരളത്തിന് കൂടെ കിട്ടിയൊരു അംഗീകാരമാണ്. കേരളത്തിൻ്റെ അംബാസഡർ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഞാൻ അങ്ങേ മനസ്സിലാക്കുന്നത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി മെഷീനറിക്കും കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശം എന്ന നിലയിൽ കൂടിയാണ് അങ്ങയുടെ സ്ഥാനലബ്ധി എന്നുള്ളത്. ഇനി നമ്മൾ നാട്ടിലേക്ക് വന്നാൽ, ഞാൻ അധികം രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്നിപ്പോൾ തുടക്കത്തിൽ ചോദിക്കുന്നില്ല, അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ശ്രീ ജോർജ് കുര്യൻ, വീട്ടിലേക്ക് എത്തിയാൽ വൈഫ്, ഇന്നലെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തിലായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റനന്റ് കേണൽ ആയിരുന്നു അല്ലേ, റിട്ടയർഡ് ആയിരുന്നു ഭാര്യ അന്നമ്മ അല്ലേ? അതെ 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 2 ആൺകുട്ടികളാണ്. സാധിച്ചിരുന്നില്ല. അതെ അതെ, OT അന്നമ്മ അല്ലേ? വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രൈം മിനിസ്റ്ററെ കാണുന്നതിന് മുമ്പ് വീട്ടിൽ വിളിച്ചു പറഞ്ഞായിരുന്നോ ശ്രീ ജോർജ് കുര്യൻ? ഇല്ല, അതിന് ആ രീതിയിൽ എന്നോട് പറഞ്ഞില്ലല്ലോ പാർട്ടി നേതാക്കന്മാര്. നിങ്ങളുടെ പ്രവർത്തനത്തെ പാർട്ടി അംഗീകരിക്കുന്നു, അതുകൊണ്ട് ചില കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഇതൊക്കെ ആണെങ്കിലും എല്ലാം അറിയാമല്ലോ, പ്രൈം മിനിസ്റ്റർ ആണെന്തെങ്കിലുമൊക്കെ പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫോൺ മാറ്റി വെക്കുമല്ലോ. 2 മണിക്കൂറോളം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണല്ലോ പോരുന്നത്. ഓക്കെ, ഞാൻ കേട്ടിരിക്കുന്നത് താങ്കൾ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത്, നാട്ടകം കോളേജിലൊക്കെ SFI പ്രവർത്തകരുമായിട്ടൊക്കെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ സമയത്തൊക്കെ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നാണ്. ആ സമയത്തൊക്കെ താങ്കളുടെ ഉള്ളിലൊരു സോഷ്യലിസ്റ്റുകാരൻ കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ജയപ്രകാശ് നാരായണൻ്റെ ആശയങ്ങളോട് ആദ്യഘട്ടത്തിലൊരു പ്രതിപത്തി ഉണ്ടാവുക, അത്തരം പ്രസംഗങ്ങൾ കേൾക്കാൻ പോവുക, ഇതൊക്കെ അക്കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ യഥാർത്ഥത്തിൽ? ഞാൻ ഈ ജോർജ് കുര്യൻ്റെ ബ്രീഫ് ബയോഡാറ്റ എടുത്തപ്പോൾ പറഞ്ഞു കേട്ടതാണ്. അതെ, ഞാനൊരു BJPയിലെ JP സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ആളാണ്. അതായത് ജയപ്രകാശ് നാരായണൻ്റെ സമ്പൂർണ്ണ വിപ്ലവത്തിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് ചെറുപ്പത്തിലുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് ജനതാ പാർട്ടി ആയിരുന്ന സമയത്ത് ഈ നമ്മുടെ ജനസംഘം ഗ്രൂപ്പുമായിട്ട് ആണ് ഒത്തുചേർന്നാണ് പ്രവർത്തിച്ചത്. ആ സമയത്ത്, അതായത് ഈ വിദ്യാർത്ഥി ജനതയെ SFI ഒരുമിച്ചായിരുന്നല്ലോ, കോളേജുകളിലൊക്കെ സഖ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് പ്രവർത്തിച്ചു വന്നത്. അത് കഴിഞ്ഞ് നാട്ടകം കോളേജിലാണ് ഈ കേരളത്തിലെ, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ യൂണിറ്റ് ആയിരിക്കും, ഞാനാണെന്ന് യൂണിറ്റ് പ്രസിഡൻറ്റ്
അന്ന് BVJ എന്നാണ് പറയുന്നത്, ഭാരതീയ വിദ്യാർത്ഥി ജനത എന്ന ഒരു 6 മാസത്തേക്ക് പേരങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥി മോർച്ചയായത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നം ഉദിച്ചിരുന്നില്ല. കാരണം SFIക്കാരുമായിട്ട് അതിനു മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഞങ്ങൾ സഹകരിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള ഒരു സംഘർഷം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഉണ്ടാകുമല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ വലിയ ഒരു വ്യക്തിവിരോധമോ അങ്ങനെയുള്ളതൊന്നുമില്ലായിരുന്നു. ശ്രീ ജോർജ് കുര്യൻ, എനിക്കൊന്ന് പാർട്ടിയിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള നേതാക്കളുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ അതിനെ വിളിക്കുന്നത് ഗ്രൂപ്പ് എന്നാണ്. നിങ്ങളത് അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം ശ്രീ ജോർജ് കുര്യൻ. എങ്കിലും ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടി നേതാക്കൾക്കൊപ്പം ഒരു ചേരിയിലും ജോർജ് കുര്യനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടിയിലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ശ്രീ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഞാൻ രാജഗോപാലിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പ്ലീസ് ചെയ്ത് അങ്ങനെ ഉണ്ടായതല്ല. OST ആയിരുന്നു. മാത്രമല്ല, എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി പാർട്ടി വിട്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ അങ്ങനെയായിരുന്നു. അന്ന് BJPയുടെ ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും. അരുണൊക്കെ അറിയായിരിക്കും. ശ്യാമപ്രസാദ് മുഖർജിയുടെ അടുത്തായിരുന്നു അടൽജി ഉണ്ടായിരുന്നത്. അടൽജിയുടെ അടുത്ത് അദ്വാനിജിയുടെ അടുത്ത് ഗോവിന്ദാചാര്യ. ആ രീതിയിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ രാജഗോപാലുമായിട്ട് പാർട്ടിയിലൂടെ അറ്റാച്ച്ഡായി. ഞങ്ങൾ തമ്മിൽ മറ്റു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മോൾഡ് ചെയ്തത് ആ രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ OST ആയിരുന്നല്ലോ 4.5 വർഷത്തോളം. അതെ. അപ്പോൾ അന്ന് മുതൽ എല്ലാവരുമായിട്ടും ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാ നേതാക്കന്മാരുടെ കൂടെയും രാജഗോപാൽ തൊട്ട് സുരേന്ദ്രൻ വരെയുള്ള എല്ലാ നേതാക്കന്മാരുടെ കൂടെയും, അതിൻ്റെ അകത്ത് CK പത്മനാഭനുണ്ട്, PS ശ്രീധരൻപിള്ളയുണ്ട്, V മുരളീധരനുണ്ട്, PK കൃഷ്ണദാസ് പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു യുവമോർച്ചയിൽ. അതൊക്കെ വ്യക്തിബന്ധങ്ങളാണ്, വളരെ ഡീപ്പായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. BJPയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ പത്രത്തിലൊക്കെ കാണാറുണ്ട്, ചിലപ്പോൾ ചാനലുകളിൽ ന്യൂസ് വരുമ്പോൾ ഈ നേതാക്കന്മാരൊക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കാറുമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മീഡിയയ്ക്ക് അവരുടേതായിട്ടുള്ള സ്കൂപ്പും സ്റ്റോറിയും ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. ഓക്കെ. ശ്രീ ജോർജ് കുര്യൻ, ഈ രാജഗോപാലിൻ്റെ OSD ആയിട്ട് ഏകദേശം 4 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രാജഗോപാലിൻ്റെ ഒരു ശൈലി കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഒട്ടേറെ BJP മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും രാജഗോപാലിൻ്റെ പേര് ഇപ്പോഴും തിളക്കമാർന്ന പേര് തന്നെയാണ്. അതിനെ മറികടക്കാൻ മറ്റ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളിലാണ് നമ്മളുടെയൊക്കെ ഒരു പ്രതീക്ഷ. കാര്യം രാജഗോപാൽ കൊണ്ടുവന്ന അമൃത ട്രെയിനാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ ആദ്യം കിടക്കുന്നത്. റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജഗോപാൽ കൊണ്ടുവന്ന പദ്ധതികളാണ് ആളുകളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് രാജഗോപാലിൻ്റെ കേരളത്തിനോട് രാഷ്ട്രീയാതീതമായൊരു സ്നേഹം കൂടിയുണ്ട്. ആ ശൈലി ആയിരിക്കുമോ ശ്രീ ജോർജ് കുര്യനും ഇനി പിന്തുടരാൻ പോകുന്നത്? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ശിഷ്യൻ എന്ന് പറഞ്ഞത്. അതായത് ഞാൻ 1999 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ OST പാർട്ടി വിട്ടതാണ്. പാർട്ടിയാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് പറയുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതെപ്പോഴും ഞാൻ ഓർക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണിപ്പോൾ. അതുകൊണ്ട് എനിക്കൊരു ഓഫീസിൻ്റെ ഫുൾ ചാർജായിരുന്നു. നിങ്ങളുടെ അടുത്ത് വരുന്ന ആളിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജാതി, മതം അങ്ങനെയുള്ള ഒന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഫയലിലെ കാര്യങ്ങൾ ജെന്യുവനാണോ, ഈ വ്യക്തി കൊണ്ടുവരുന്ന കാര്യം ജെന്യുവനാണോ എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് എൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്നത്. അത് ശരിയാണെങ്കിൽ, അത് ആരുടെയാണെങ്കിലും അത് പരിഗണിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫയൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പുട്ടപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളായിരുന്നു. സൈൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അത് 100% അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വികസനവും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, ഈ ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ശ്രീ ജോർജ് കുര്യൻ. പഴയ അല്ലേ, ലീഗലിലും ഉണ്ട് ബിരുദം. ലീഗൽ തോട്ടിലാണ് പഠിച്ചത് അതിനുശേഷം അല്ലേ? അതെ, ഞാൻ LLB ലീഗൽ തോട്ടിലാണ്. ഞാൻ ആ കോട്ടയത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ പഴയ ഹിന്ദിയൊക്കെ ഇനി പൊടിതട്ടി എടുക്കേണ്ടി വരും. ധാരാളം ഓഫീസർമാരും ഈ പൊതുജനങ്ങളുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി സംസർഗം കൂടുമല്ലോ സ്വാഭാവികമായും. വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ ശ്രീ ജോർജ് കുര്യൻ? അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം, എങ്കിലും എന്തെങ്കിലും സൂചനകൾ? ഇല്ല കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ തീരുമാനം. ഇനി എനിക്കൊന്ന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ അല്ലേ? അറിയുള്ളൂ, അങ്ങനെ അതേ അറിയുള്ളൂ. ഏത് വകുപ്പായാലും
സന്തോഷം. ഇത് പ്രേക്ഷകർക്ക് ഇന്നലെ ഈ സത്യപ്രതിജ്ഞയൊക്കെ കണ്ടുവരുന്നപ്പോൾ ഒരു സംശയം തോന്നിക്കാണും. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിങ്ങൾ എവിടെയാണ് താമസിച്ചിട്ടുണ്ടാവുക, എവിടെ എന്തായിരിക്കും കാര്യം? മന്ത്രിയായി കഴിഞ്ഞല്ലോ, സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് കൂടി ജോർജ് കുര്യൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവിടെ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് കണ്ടു. നമ്മൾ ഇന്നലെ തുടർച്ചയായി കൊടുത്തു, ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെയാണ് അത് കണ്ടതും. ശ്രീ ജോർജ് കുര്യൻ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പിന്നീട് പ്രധാനമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം? സംസാരിച്ചിരുന്നു, പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു. JP നഡ്ഡയുടെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോൾ സന്തോഷി എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസിങ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തെ കണ്ടു, മറ്റ് നേതാക്കന്മാരെ കണ്ടു. JP നഡ്ഡയുടെ വീട്ടിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. ഇന്നലെ PM ഹൗസിൽ പോകുന്നിടം വരെയും ഈ PM ഹൗസിൽ പോകുന്നിടം വരെയും ഞാൻ പാർട്ടിയുടെ ഒരു നേതാവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. ഞാൻ PM ഹൗസിലേക്ക് പോയതൊരു ടാക്സി പിടിച്ചാണ്. ഒരു നേതാവും, അതായത് എനിക്ക് കിട്ടിയ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ഡയറക്ഷൻ അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ഒരു നേതാവിനോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ PM ഹൗസിലേക്ക് ടാക്സി പിടിച്ചാണ് പോയത്. അത് കഴിഞ്ഞ് ഇത് പാർട്ടി തീരുമാനം എന്നെ അറിയിച്ച്, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചു. എന്നോട് അറിയിക്കുന്ന കൂടെയെല്ലാം സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ആരോടും ഒന്നും പറയാൻ പാടില്ലെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. കാരണം ഞാൻ പറയുന്ന ആളിത് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. അതിനുശേഷം ഞാൻ വന്നത് V മുരളീധരൻ്റെ വീട്ടിലേക്കാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കും? അദ്ദേഹം ഇന്നലെ വരെ മന്ത്രിയായിരുന്നു, ഇന്നലെ ഞാൻ മന്ത്രിയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് തരുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഈഗോ ഞാനൊരിക്കലും ഒരു നേതാവിൻ്റെ അടുത്ത്, ഞാൻ ഇത്രയും പറഞ്ഞ നേതാക്കന്മാരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതാണ്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ V മുരളീധരൻ്റെ വീട്ടിലാണ് ഇന്നലെ കിടന്നത്. ഇന്ന് ചാനലുകളെ എല്ലാം കണ്ടത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എനിക്ക് വീട് കിട്ടാൻ താമസം എടുക്കുമല്ലോ, അപ്പോൾ അദ്ദേഹം ഒഴിയുന്നിടം വരെയും രാജ്യസഭ വഴിയാണല്ലോ സ്വാഭാവികമായി അങ്ങ് വരിക. രാജസ്ഥാനിൽ നിന്നായിരിക്കുമോ അങ്ങേ പരിഗണിക്കാൻ സാധ്യതയുള്ളത്? അതിന് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിരുന്നോ ശ്രീ ജോർജ് കുര്യൻ? ഇല്ല, ഒന്നുമില്ല, ഒരു സൂചന എനിക്കറിയില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, സുരേഷ് ഗോപി, താങ്കളുടെ സഹമന്ത്രി സുരേഷ് ഗോപി കൂടി ഉണ്ട്. സുരേഷ് ഗോപി ഇന്ന് രാവിലെ ചില വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ അദ്ദേഹം ഏതൊരു ഓൺലൈന് ഒരു വാചകം എന്തോ കൊടുത്തിരുന്നു. സിനിമാ കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് മന്ത്രിസ്ഥാനത്തിൽ തുടരുമോ എന്നത് ഉറപ്പില്ല എന്നൊരു അനിശ്ചിതത്വം അദ്ദേഹം പറഞ്ഞു. ഇന്നലെ സുരേഷ് ഗോപിയുമായി സംസാരിച്ചിരുന്നു ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹം അത് തുടരാനുള്ള സാധ്യതയുണ്ടോ? സംസാരിച്ചിരുന്നു, ഇന്നലെ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. പറഞ്ഞോളൂ. എനിക്ക് ഈ മന്ത്രിസ്ഥാനം കിട്ടാൻ കാരണം സുരേഷ് ഗോപിയല്ലേ? സുരേഷ് ഗോപിയാണല്ലോ എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ, അല്ലെ പ്രവർത്തകരെ പരിഗണിക്കാനുള്ളൊരു ചിന്ത വരാൻ കാരണം. സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ടോ അക്കൗണ്ട് തുറന്നതുകൊണ്ടോ ആണല്ലോ, അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിക്കുള്ള സംഭാവന അതിവിടെ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംഭാവന തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം മന്ത്രിയായിട്ട് തുടരാൻ സാധ്യതയുണ്ടോ? പേഴ്സണലി താങ്കൾക്ക് എന്താ തോന്നുന്നത്? അതെനിക്ക് അദ്ദേഹം പറഞ്ഞു വന്ന അരുണാണ് പറഞ്ഞത്, ഞാനത് കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ വെച്ച് കണ്ടിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യുന്ന സ്റ്റേജിൽ. അന്നേരമൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. മറ്റേ പ്രസ്താവന ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ, അപ്പോൾ ശ്രീ ജോർജ് കുര്യൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. നമുക്കിനിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ശ്രീ ജോർജ് കുര്യൻ ഉണ്ടാവും. തീർച്ചയായും അങ്ങ് കേരളത്തെ മറക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഒപ്പം അങ്ങയുടെ വകുപ്പിനോടുള്ള അങ്ങയുടെ കമ്മിറ്റ്മെൻറ്റും അറിയാം. ഇപ്പോൾ തന്നെ പറഞ്ഞതിൽ നിന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ സീസൺഡ് പൊളിറ്റീഷ്യൻ കൂടിയാണ് ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യൻ 44 വർഷം ദീർഘമായൊരു കാലയളവാണ്. അതിന് കിട്ടിയ ഒരു അംഗീകാരമായി ഞങ്ങളും അത് മനസ്സിലാക്കുന്നു ശ്രീ ജോർജ് കുര്യൻ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ശ്രീ ജോർജ് കുര്യൻ. നമുക്കിനി വീണ്ടും അങ്ങ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ദീർഘമായി ഒന്നിരിക്കാം. ഞങ്ങളുടെ എല്ലാ പിന്തുണയും ശ്രീ ജോർജ് കുര്യൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടിയാണ്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഒരു സുഹൃത്തു കൂടിയാണ് ജോർജ് കുര്യൻ. BJP-യിൽ മറ്റു നേതാക്കൾക്കില്ലാത്ത ഒരു പ്രാധാന്യം ഞങ്ങൾക്കുണ്ട് താങ്കളിൽ. താങ്ക് യു ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യനാണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീ ജോർജ് കുര്യൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതുപോലെ അത്രമേൽ സൗമ്യനായ ഒരു നേതാവാണ്. 44 വർഷം പാർട്ടിയിൽ നിന്ന്, ആ പാർട്ടിയിൽ ഒരു പദവിയും അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ടാക്സി വിളിച്ചു പോയി. പ്രധാനമന്ത്രി പറയുമ്പോൾ മാത്രം അത് കേട്ടതിനു ശേഷം മാത്രം നാട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ ഒരാളാണ്. ഒരു ബിൽഡപ്പ് സ്റ്റോറിയും ജോർജ് കുര്യനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. ആ ജോർജ് കുര്യൻ രാജഗോപാലിൻ്റെ ശിഷ്യനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജഗോപാലിൻ്റെ ശൈലിയായിരിക്കും താൻ പിന്തുടരുകയെന്നും ജോർജ് കുര്യൻ നമ്മളോട് പറയുന്നു. ഇനി അറിയേണ്ടത് വകുപ്പ് ഏതാ എന്നുള്ളതാണ്. ഇതുവരെ ക്ലൂ കിട്ടിയിട്ടില്ല എന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്. ഇപ്പോൾ V മുരളീധരൻ്റെ വസതിയിലാണ് ജോർജ് കുര്യൻ നമുക്ക് തത്സമയം ഈ അഭിമുഖം നൽകിയത്. ജോർജ് കുര്യന് ഒരിക്കൽ കൂടി, സുരേഷ് ഗോപിക്കും ഒരിക്കൽ കൂടി നമ്മൾ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു.